ആയുധം കൊണ്ട് യുദ്ധം ജയിക്കുന്നവനല്ല, മറിച്ച് ബുദ്ധി കൊണ്ട് ശത്രുവിനെ നിഷ്പ്രഭനാക്കുന്നവനാണ് യഥാർത്ഥ വീരനെന്ന് ആചാര്യ ചാണക്യൻ ലോകത്തിന് കാണിച്ചു തന്നു. ശത്രുവിനെ അറിയുക എന്നത് ശത്രുവിനെ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ ആരും തോൽപ്പിക്കാതിരിക്കാനാണ്. ചാണക്യന്റെ ജീവിതത്തിലെ അഗ്നി പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തിയ അതിശക്തമായ 9 തന്ത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഭയം വെടിയുക, ബുദ്ധി തെളിക്കുക. നാം ചാണക്യന്റെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ശത്രുവിനെ അറിയുക എന്നതിലെ ആദ്യ പാഠം നിശബ്ദമായ നിരീക്ഷണമാണ്. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനോട് പറയുമായിരുന്നു, നിന്റെ കണ്ണുകൾ ശത്രുവിന്റെ കോട്ടവാതിൽക്കൽ മാത്രമല്ല, അവന്റെ അന്തപുരത്തിലെ സംഭാഷണങ്ങളിലും ഉണ്ടായിരിക്കണം. ഒരു ശത്രുവിനെ നേരിടുന്നതിന് മുൻപ് അവന്റെ ദിനചര്യകൾ, അവൻ ആഹാരം കഴിക്കുന്ന സമയം, അവന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തികൾ എന്നിവ പഠിക്കണം. ചാണക്യൻ തന്റെ ചാരന്മാരെ ഉപയോഗിച്ച് ശത്രുരാജ്യത്തെ ചന്തകളിലും ക്ഷേത്രങ്ങളിലും വാർത്തകൾ ശേഖരിക്കുമായിരുന്ന രീതി അവിശ്വസനീയമാണ്. ശത്രുവിന്റെ സ്വഭാവം പകൽ വെളിച്ചത്തിൽ എങ്ങനെയെന്നും ഇരുട്ടിന്റെ മറവിൽ എങ്ങനെയെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാട്ടിൽ വേട്ടക്കാരൻ ഇരയുടെ കാൽപ്പാടുകൾ നോക്കി അതിന്റെ വലിപ്പവും വേഗതയും മനസ്സിലാക്കുന്നത് പോലെ ശത്രുവിന്റെ മുൻകാല പ്രവൃത്തികൾ നോക്കി അവന്റെ ഭാവി നീക്കങ്ങൾ പ്രവചിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിരീക്ഷണം പൂർണ്ണമാകാതെ ഒരു തന്ത്രവും രൂപപ്പെടുത്തരുത്. അറിവില്ലാത്ത നീക്കം ആത്മഹത്യാപരമാണ്. ലോകത്ത് എത്ര വലിയ കരുത്തനായ മനുഷ്യനായാലും അവനൊരു ബലഹീനതയുണ്ടാകും. അത് കണ്ടെത്തുക എന്നതാണ് ഒരു തന്ത്രജ്ഞന്റെ വിജയം. നന്ദരാജാവായ ധനനന്ദൻ വലിയൊരു സൈന്യത്തിന്റെ ഉടമയായിരുന്നു. എന്നാൽ അവന്റെ ബലഹീനത അമിതമായ അഹങ്കാരവും പ്രജകളോടുള്ള പുച്ഛവുമായിരുന്നു. ചാണക്യൻ ഈ പോയിന്റിലാണ് ആഞ്ഞടിച്ചത്. ശത്രുവിന്റെ ബലഹീനത ചിലപ്പോൾ അവന്റെ വികാരങ്ങളാകാം, അല്ലെങ്കിൽ അവന്റെ സാമ്പത്തിക സ്രോതസ്സുകളാകാം. ഒരു വലിയ കോട്ട തകർക്കാൻ ആ കോട്ടയുടെ ചുവരുകൾ മുഴുവൻ ഇടിച്ചു നിരത്തേണ്ടതില്ല, മറിച്ച് ആ കോട്ടയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു തൂണ് തകർത്താൽ മതി. ശത്രുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് കണ്ടെത്തുക. അത് നഷ്ടപ്പെടുമെന്ന ഭയം അവനെ കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും. ആ തെറ്റുകളിൽ നിന്നാണ് നിങ്ങളുടെ വിജയം ജനിക്കുന്നത്. ശത്രുവിനെ ശാരീരികമായി നേരിടുന്നതിന് മുൻപ് അവനെ മാനസികമായി തളർത്തുക എന്നതാണ് ചാണക്യന്റെ രീതി. യുദ്ധക്കളത്തിൽ ആയുധത്തേക്കാൾ വലിയ ശക്തി സമയത്തിനാണ്. ഒരു നീക്കം നടത്തുന്നതിനുള്ള ശരിയായ സന്ദർഭം മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ജേതാവ്. ചാണക്യൻ പഠിപ്പിക്കുന്നു, കാലം അനുകൂലമല്ലെങ്കിൽ സിംഹം പോലും നിശബ്ദനായിരിക്കണം. ശത്രു ശക്തനായിരിക്കുമ്പോൾ അവനെ നേരിടുന്നത് ബുദ്ധിയല്ല. അവനൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിനോ അവന്റെ ശ്രദ്ധ മാറുന്നതിനോ വേണ്ടി കാത്തിരിക്കുക. ചാണക്യൻ തന്റെ സൈന്യത്തെ മഗധയിലേക്ക് നയിച്ചത് നന്ദരാജാവിന്റെ ഭരണം ജനങ്ങൾക്കിടയിൽ അത്രമേൽ വെറുക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ്. ആ സമയം വരെ അദ്ദേഹം കാത്തിരുന്നു. ഒരു വിത്ത് പാകിയ ഉടനെ അത് മരമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിന് മഴയും വെയിലും ഒരുപോലെ ലഭിക്കേണ്ട സമയമുണ്ട്. അതുപോലെ ശത്രുവിനെതിരെയുള്ള ഓരോ നീക്കവും പ്രകൃതിയും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിമിഷത്തിൽ മാത്രം നടത്തുക. തെറ്റായ സമയത്തെ ശരിയായ നീക്കം പോലും പരാജയത്തിന് കാരണമായേക്കാം. നിങ്ങളുടെ ശത്രുവിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് വിജയത്തിലേക്കുള്ള എളുപ്പവഴി. ചാണക്യന്റെ വിഖ്യാതമായ മണ്ഡല സിദ്ധാന്തം അനുസരിച്ച് നിങ്ങളുടെ ശത്രുവിന്റെ അയൽക്കാരൻ സ്വാഭാവികമായും നിങ്ങളുടെ മിത്രമായിരിക്കും. ശത്രുവിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നും അവർക്ക് അവനോടുള്ള വിശ്വസ്തത എത്രത്തോളം ഉണ്ട് എന്നും വിശകലനം ചെയ്യുക. അവരെ പ്രലോഭനങ്ങൾ വഴിയോ വിവേകം വഴിയോ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അലക്സാണ്ടറുടെ അധിനിവേശത്തെ തടയാൻ ചാണക്യൻ ഭാരതത്തിലെ ചിതറിക്കിടക്കുന്ന രാജാക്കന്മാരെ ഒരുമിപ്പിച്ചത് ഈ തന്ത്രം ഉപയോഗിച്ചാണ്. ശത്രുവിന്റെ ശക്തി അവന്റെ സഖ്യങ്ങളിലാണ് എങ്കിൽ ആ സഖ്യങ്ങളെ തകർക്കുക. ഒരു മരത്തിന്റെ ശാഖകൾ ഓരോന്നായി വെട്ടിമാറ്റിയാൽ ആ മരം തനിയെ ഉണങ്ങിക്കൊള്ളും. ശത്രുവിനെ നേരിടുന്നതിനു മുൻപ് അവന്റെ ചുറ്റുമുള്ള പ്രതിരോധ വലയത്തെ തന്ത്രപൂർവം ഇല്ലാതാക്കുക. ശത്രുവിനെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ശത്രുവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നതായിരിക്കും. ദേഷ്യം വരുമ്പോൾ മനുഷ്യന്റെ വിവേചന ബുദ്ധി നഷ്ടപ്പെടുന്നു എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറഞ്ഞു. ചാണക്യൻ അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് കലഹിച്ചില്ല, മറിച്ച് ആ അപമാനത്തെ ഒരു ഇന്ധനമാക്കി മാറ്റി തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു.
നിങ്ങൾ ശത്രുവിനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ മുഖഭാവമോ ചലനങ്ങളോ നിങ്ങളുടെ ഉള്ളിലെ തന്ത്രങ്ങളെ വെളിപ്പെടുത്തരുത്. ഒരാഴക്കടൽ പോലെ ശാന്തമായിരിക്കുക. കടലിന്റെ ഉപരിതലം ശാന്തമാണെങ്കിലും ഉള്ളിൽ വലിയ തിരമാലകൾ ഉണ്ടാകാം. നിങ്ങളുടെ ദേഷ്യം ശത്രുവിന് ഒരായുധമായി നൽകാതിരിക്കുക. ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തിയെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ശത്രുവിനും അസാധ്യമായ കാര്യമാണ്. വിവരങ്ങളാണ് ഏതൊരു യുദ്ധത്തിലെയും യഥാർത്ഥ ആയുധങ്ങൾ. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ചാരന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. സന്യാസികൾ, കച്ചവടക്കാർ, ഭിക്ഷാടകർ തുടങ്ങി ആർക്കും സംശയം തോന്നാത്ത വ്യക്തികളെയാണ് അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കാൻ നിയോഗിച്ചിരുന്നത്. ശത്രുവിന്റെ ഖജനാവിൽ എത്ര പണമുണ്ട്, അവന്റെ സൈനികർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടോ, അവന്റെ അടുത്ത നീക്കം എന്തായിരിക്കും തുടങ്ങിയ രഹസ്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. വിവരങ്ങളില്ലാത്ത ശത്രുവിനെ നേരിടുന്നത് കണ്ണുകെട്ടി കാട്ടിലൂടെ നടക്കുന്നത് പോലെയാണ്. ഇന്നത്തെ ലോകത്ത് ഇതിനെ ഡാറ്റ എന്ന് വിളിക്കാം. നിങ്ങളുടെ എതിരാളിയെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വിവരങ്ങളുണ്ടോ അത്രത്തോളം നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യമായിരിക്കും. അറിവ് ആത്മവിശ്വാസം നൽകുന്നു. ആത്മവിശ്വാസം വിജയത്തിലേക്ക് നയിക്കുന്നു. വിജയം എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഒരു ചക്രവർത്തിയാക്കി മാറ്റാൻ വർഷങ്ങളോളം നീണ്ട കഠിനമായ പരിശീലനം നൽകി. പലപ്പോഴും അവർക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു വൃദ്ധ തന്റെ കുട്ടിക്ക് ചൂടുള്ള കഞ്ഞി നൽകുന്നത് കണ്ട് ചാണക്യൻ ഒരു പാഠം പഠിച്ചു. കഞ്ഞിയുടെ നടുവിൽ കൈയിട്ടാൽ പൊള്ളും. വശങ്ങളിൽ നിന്ന് പതുക്കെ കഴിക്കണം. അതുപോലെ ശത്രുവിന്റെ കേന്ദ്രത്തെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം പതുക്കെ പതുക്കെ അവന്റെ അധികാരങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കുക. ക്ഷമയോടെയുള്ള ഈ തയ്യാറെടുപ്പാണ് വലിയ വിജയങ്ങൾക്ക് പിന്നിൽ. വീണു പോകുമ്പോൾ തളരാതെ ഓരോ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും തയ്യാറെടുക്കുക. നിശ്ചയദാർഢ്യമുള്ള ഒരു മനസ്സിന് മുന്നിൽ ഏതൊരു വലിയ ശത്രുവും ഒടുവിൽ കീഴടങ്ങും. ശത്രുവിന്റെ ഓരോ നീക്കത്തിനും മറുപടിയായി ഒരു പ്രതിതന്ത്രം നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ചാണക്യൻ എപ്പോഴും പല നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശത്രു നിങ്ങളെ ആക്രമിക്കാൻ വരികയാണ് എങ്കിൽ അവനെ മറ്റൊരു പ്രശ്നത്തിൽ കുടുക്കി വഴിതിരിച്ചു വിടുക. ശത്രു നിങ്ങളുടെ മിത്രങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കാൻ മുൻകൂട്ടി നീക്കങ്ങൾ നടത്തുക. ചാണക്യന്റെ തന്ത്രങ്ങൾ ചെസ് കളി പോലെയായിരുന്നു. ഓരോ കരു നീക്കുമ്പോഴും അടുത്ത 5 നീക്കങ്ങൾ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നു. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാത്ത വിധം നിങ്ങളുടെ പ്രതിരോധം ശക്തമാക്കുക. ശത്രുവിന് ഒരിടത്തും പഴുതുകൾ നൽകാതിരിക്കുക. തന്ത്രങ്ങളും ചതികളും യുദ്ധത്തിന്റെ ഭാഗമാണ് എങ്കിലും അതിന്റെ ആത്യന്തിക ലക്ഷ്യം ധർമ്മം സ്ഥാപിക്കലായിരിക്കണം. ചാണക്യൻ ഒരിക്കലും അധികാരത്തിനു വേണ്ടിയല്ല പ്രവർത്തിച്ചത്, മറിച്ച് അഖണ്ഡ ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അധർമ്മിയായ ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരോടും പ്രജകളോടും നീതി കാണിക്കണം. നിങ്ങളുടെ വിജയം ലോകത്തിന് ഗുണകരമാകണം. ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിൽ നിങ്ങൾ നേടുന്ന വിജയം മറ്റുള്ളവരുടെ കണ്ണീരാവരുത്, മറിച്ച് അതൊരു പുതിയ ഉദയമാകണം. നീതിയും സത്യവും നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ വിജയത്തിനായി കൂടെ നിൽക്കും. ആചാര്യ ചാണക്യന്റെ ഈ 9 പാഠങ്ങൾ വെറും വാക്കുകളല്ല, അവ വിജയത്തിന്റെ മന്ത്രങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുക്കൾ വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലെ പേടിയാകാം. അവരെയെല്ലാം കീഴടക്കാൻ ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും. ശത്രുവിനെ അറിയുക, നിങ്ങളെ തന്നെ അറിയുക, കാലത്തെ അറിയുക. ഈ 3 അറിവുകൾ നിങ്ങളെ ഒരു അജയ്യനായ പോരാളിയാക്കി മാറ്റും. ചരിത്രം സാക്ഷിയാണ്. ബുദ്ധിയുള്ളവന്റെ മുന്നിൽ സാമ്രാജ്യങ്ങൾ മുട്ടുമടക്കിയിട്ടുണ്ട്. ആ ചാണക്യ ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചമാകട്ടെ. വിജയം ദൂരെയല്ല, അത് നിങ്ങളുടെ കൃത്യമായ തന്ത്രങ്ങളിലാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.